ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 1920 നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ചും അതിനുശേഷമുണ്ടായ ചൗരി ചൗര സംഭവത്തെക്കുറിച്ചുമാണ് എന്നോർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാം. എന്താണ് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിൽ ആദ്യമായി നടന്ന ബഹുജന പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നിസ്സഹരണ സമരമായിരുന്നു എന്നോർത്തിരിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നടന്ന ബഹുജന പ്രക്ഷോഭം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? നിസ്സഹരണ സമരമാണ് എന്ന് നിസ്സംശയം പറയാം. നമ്മളൊരു 5 കാര്യങ്ങളൂടെ ഓർത്തിരിക്കണം, തെറ്റിപ്പോകരുത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. രണ്ടാമത്തെ സത്യാഗ്രഹം ഏതാണ്? ഖേദ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നടന്ന ബഹുജന പ്രക്ഷോഭം എന്ന് വെച്ചാൽ നിസ്സഹരണ പ്രസ്ഥാനമാണ് അല്ലേ. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നല്ലാത്തത് കൊണ്ടാണ് റൗലത്ത് സത്യാഗ്രഹത്തെക്കുറിച്ച് നമ്മളങ്ങനെ പറയാത്തത്. അവിടെ നമ്മൾ എന്താ പറയുന്നത്? ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ പ്രവേശനം ഏതിലാണെന്ന് ചോദിച്ചാൽ അതേതാണ്? റൗലത്ത് സത്യാഗ്രഹത്തിലാണ്. ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിലാദ്യ നിരാഹാര സത്യാഗ്രഹം എന്ന് ചോദിച്ചാലോ അഹമ്മദാബാദ് മിൽ സമരമാണ്. കേട്ടോ, ഈ 5 കാര്യങ്ങളും 5 തരത്തിലാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ, രണ്ടാമത്തെ സത്യാഗ്രഹം ഖേദ സത്യാഗ്രഹം, ആദ്യ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മിൽ സമരം, ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ പ്രവേശനം റൗലത്ത് ആക്ട് വിരുദ്ധ സത്യാഗ്രഹം. ഇനി അതൊന്നും ഗാന്ധിജി നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട ഒരു സംഭവമല്ലായിരുന്നു. ഇന്ത്യയിലാകെ ബാധിക്കുന്ന ഒരു ബഹുജന പ്രക്ഷോഭമായി ഒരു സമരത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജി എവിടെയാണ്? നിസ്സഹരണ പ്രസ്ഥാനത്തിലാണ് എന്നോർത്തിരിക്കുക. ആ ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നടന്ന ബഹുജന പ്രക്ഷോഭമാണ് ഇത് നിസ്സഹരണ പ്രസ്ഥാനം എന്നോർത്തിരിക്കുക. നിസ്സഹരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വം കൊടുത്ത ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അപ്പം നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? നിസ്സഹരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നത്. നിസ്സഹരണം എന്ന് വെച്ചാൽ എന്താ? സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ സഹകരണ മനോഭാവവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് എതിർക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. എന്തിൻ്റെ ഭാഗമായിട്ട്? നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട്. ഇനി എങ്ങനെ നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു, എങ്ങനെ അത് മുന്നോട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1920 കൽക്കട്ടയിൽ ചേർന്ന INCയുടെ പ്രത്യേക സമ്മേളനത്തിലായിരുന്നു. ഓക്കെ, INCയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. നടന്നത് എവിടെയാണ്? കൽക്കട്ടയിലാണ്. ഓക്കെ, 1920 INCയുടെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെയാണ്? കൽക്കത്തയിലാണ്. അധ്യക്ഷൻ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ് എന്നോർത്തിരിക്കുക. ലാലാ ലജ്പത് റായ് അധ്യക്ഷനായിരുന്ന INCയുടെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ സമ്മേളനത്തിൽ ഗാന്ധിജി ഒരു നിസ്സഹരണ പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ ഗാന്ധിജി ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? ഒരു നിസ്സഹരണ പ്രമേയം അവതരിപ്പിച്ചു. ഇത് അംഗീകരിക്കപ്പെട്ടു, പാസ്സാക്കപ്പെട്ടു. അങ്ങനെ ഗാന്ധിജിയെ നേതാവായി തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി മാറുന്നത് എന്നോർത്തിരിക്കുക. അപ്പോൾ 1920 കൽക്കട്ടയിൽ ചേർന്ന INC പ്രത്യേക സമ്മേളന അധ്യക്ഷൻ ആരാണ്? ലാലാ ലജ്പത് റായ്. ഈ സമ്മേളനത്തിൽ ഗാന്ധിജി നിസ്സഹരണ പ്രമേയം അവതരിപ്പിച്ചു. ഓക്കെ, അങ്ങനെ ഗാന്ധിജിയെ നേതാവായിട്ട് തിരഞ്ഞെടുത്തു. ഇനി നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച സമ്മേളനമാണ് കൽക്കത്ത സമ്മേളനം. നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ച, റാറ്റിഫൈ ചെയ്ത കോൺഗ്രസ് സമ്മേളനം എന്ന് വെച്ചാൽ ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമാണ്. അപ്പോൾ 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ് നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ചത് എന്ന് ഓർത്തിരിക്കുക. നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും സ്വീകരിച്ച സമരമാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാതിരിക്കുക, ബഹുമതി മുദ്രകൾ, സ്ഥാനങ്ങളും എല്ലാം ത്യജിക്കുക. ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാതിരിക്കുക, ബഹുമതി മുദ്രകൾ, സ്ഥാനങ്ങൾ ഇവ ത്യജിക്കുക, ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ നിന്നും വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിക്കുക, കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക എന്നുള്ള സമരമാർഗങ്ങളെല്ലാം സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? സൈന്യത്തിൽ ചേരാതിരിക്കുക, ബഹുമതി മുദ്രകളും സ്ഥാനങ്ങളും ഒക്കെ ത്യജിക്കുക, ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക,
സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിക്കുക. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിക്കുക, കോടതി ബഹിഷ്കരിക്കുക എന്നിവയെല്ലാം വിദേശ വസ്തുക്കളെല്ലാം ബഹിഷ്കരിക്കുക എന്ന സമരമാർഗ്ഗങ്ങളൊക്കെ സ്വീകരിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിന് വേണ്ടി ധാരാളം വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനം ഉപേക്ഷിച്ചിട്ടുണ്ട്. ധാരാളം അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. ഇന്ത്യയിലെ പ്രമുഖരായ പല അഭിഭാഷകരും എന്ത് ചെയ്തു? അവരുടെ വക്കീൽ പണി തന്നെ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടി? നിസ്സഹരണ പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ വക്കീൽ പണി തന്നെ ഉപേക്ഷിച്ച ധാരാളം അഭിഭാഷകരുണ്ടായിരുന്നു. അതിൽ പ്രമുഖരായിരുന്നു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ. CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവരെല്ലാം നിസ്സഹരണ പ്രസ്ഥാനത്തിന് വേണ്ടി തങ്ങളുടെ അഭിഭാഷക വൃത്തി അന്ന് ഉപേക്ഷിച്ചവരാണ്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ 3 അഭിഭാഷകരാണ് ഇവർ. 3 പേരും എന്ത് ചെയ്തു? നിസ്സഹരണ പ്രസ്ഥാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ പണി ഉപേക്ഷിച്ചു എന്നോർത്തിരിക്കുക. നിസ്സഹരണ പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനായി ബാലഗംഗാധര തിലകൻ രൂപീകരിച്ച ഫണ്ടാണ് സ്വരാജ് ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിലക് സ്വരാജ് ഫണ്ട് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. നിസ്സഹരണ പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനായി ബാലഗംഗാധര തിലകൻ രൂപീകരിച്ച ഫണ്ടാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തിലക് സ്വരാജ് ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് രാജകുമാരനാണ് ആര്? വെയിൽസ് രാജകുമാരൻ എന്നായിരുന്നു. 1921 നവംബർ 21 വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചത്. 1921 നവംബർ 21 വെയിൽസ് രാജകുമാരൻ എന്ത് ചെയ്തു? ഇന്ത്യ സന്ദർശിച്ചു. ഏത് കാലഘട്ടത്തിൽ? നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ എന്ന് ഓർത്തിരിക്കുക. അപ്പം നിസ്സഹരണ പ്രസ്ഥാനം വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അറിയുന്നത് വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നോർത്തിരിക്കുക. നിസ്സഹരണ പ്രസ്ഥാനം 1920 കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ച ഇത് 22 ആയപ്പോഴേക്കും പിൻവലിക്കപ്പെട്ടു. അപ്പോൾ 1919 ആരംഭിച്ച് 20 ശക്തി പ്രാപിച്ച നിസ്സഹരണ പ്രസ്ഥാനം 1922 ഫെബ്രുവരി മാസത്തിൽ താൽക്കാലികമായി ഗാന്ധിജി പിൻവലിച്ചു. ഒരു ദാരുണമായ സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? നിസ്സഹരണ പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കുന്നത്. ഈ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കുന്നത് എന്നോർത്തിരിക്കുക. അപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിന് കാരണമായ സംഭവം ചൗരി ചൗര സംഭവമാണ്. ഇനി എന്താണ് ചൗരി ചൗര സംഭവം എന്ന് നമുക്ക് നോക്കാം. ചൗരി ചൗര സംഭവം 1922. ഡേറ്റ് കൂടി ഓർത്തിരിക്കണം. ഫെബ്രുവരി 5 എന്ന് ഓർത്തി. 1922 ഫെബ്രുവരി 5 നടന്ന സംഭവമാണ് എന്ത്? ചൗരി ചൗര സംഭവം. ഇനി എന്താണെന്ന് ചോദിച്ചാൽ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഖരഗ്പൂർ ജില്ലയിലെ ചൗരി ചൗര ഗ്രാമത്തിൽ 3000-ഓളം ജനക്കൂട്ടം പങ്കെടുത്ത കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ 3000-ഓളം ജനക്കൂട്ടം പങ്കെടുത്ത ഒരു കർഷക ജാഥയായിരുന്നു. കോൺഗ്രസ് സംഘടിപ്പിച്ച കർഷക ജാഥയായിരുന്നു. എന്തിനു വേണ്ടി? നിസ്സഹരണ പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ജാഥയായിരുന്നു ഇത്. ഇതിന് നേരെ പോലീസ് വെടിവെച്ചു. ചൗരി ചൗര സ്റ്റേഷനിലെ പോലീസുകാരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെച്ചു. ഇതേ തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 22ഓളം വരുന്ന പോലീസുകാരെ സഹിതം എന്ത് ചെയ്തു? അഗ്നിക്കിരയാക്കി. അപ്പോൾ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീവെച്ചു. ഈ സംഭവത്തിൽ എത്ര പോലീസുകാർ വെന്തുമരിച്ചു? 22 പോലീസുകാർ വെന്തുമരിച്ചു. ഈ സംഭവമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ചൗരി ചൗര സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിജിയെ ഈ സംഭവം വളരെയധികം വേദനിപ്പിച്ചു. ഗാന്ധിജി അക്രമരാഹിത്യത്തിലും അഹിംസയിലുമെല്ലാം വിശ്വസിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഈ സംഭവം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിസ്സഹരണ പ്രസ്ഥാനം താൽക്കാലികമായി പിൻവലിച്ചു. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെച്ചു. അക്രമരാഹിത്യത്തിലൂടെയുള്ള സമരമാർഗങ്ങൾക്ക് ജനം ഇതുവരെ പ്രാപ്തരായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹരണ പ്രസ്ഥാനം താൽക്കാലികമായി പിൻവലിച്ചു. ചൗരി ചൗര സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊരു ഹിമാലയൻ മണ്ടത്തരമാണ്. ഏത്? നിസ്സഹരണ പ്രസ്ഥാനം എന്താണ്? ഒരു ഹിമാലയൻ മണ്ടത്തരമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഗാന്ധിജി എന്ന് ഓർത്തിരിക്കുക.
ഇനി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചു. എന്തിനെ തുടർന്ന്? ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ചു. ഇത് ഒരു ദേശീയ ദുരന്തമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പം തെറ്റിപ്പോരുത്. ചൗരി ചൗര സംഭവം ഉണ്ടായി, ജനക്കൂട്ടം ഇങ്ങനെ ഒരു അക്രമ സമര മാർഗത്തിന് മുതിർന്നതിനെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനം വേണ്ടിയിരുന്നില്ല എന്ന അർത്ഥത്തിൽ അതൊരു ഹിമാലയൻ മണ്ടത്തരം, ഹിമാലയൻ ബ്ലണ്ടറാണ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഗാന്ധിജിയാണ്. നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ പാടില്ല, ഓക്കെ, നിർത്തിവെച്ചത് ഒരു ദേശീയ ദുരന്തമാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, തമ്മിൽ മാറിപ്പോരുത്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിസ്സഹരണ പ്രസ്ഥാനവും ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്.